ഇത് ഫിലിപ്സിൻ്റെ എസ്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററാണ്. അതിൽ എവർഫ്ലോ അതിൻ്റെ മോഡൽ ഇതാണ് ഇടുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഓക്സിജൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല കളറിലുള്ള ലൈറ്റുകൾ കാണാം. നോർമൽ ഇത് വരുമ്പോൾ ഇങ്ങനെ പച്ച കളറിലാണ് ഉണ്ടാവുക. ഇത് എറേഴ്സ് വരുമ്പോൾ ഈ ബീപ്പ് സൗണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയുള്ള ഓരോ ലൈറ്റുകളുണ്ട്, അത് ഓറഞ്ച് ലൈറ്റ്, റെഡ് ലൈറ്റ്, അത് ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർവീസ് റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഭാഗമാണ് അതിൻ്റെ എയർ പുറത്തേക്ക് വരുന്ന ഭാഗം. ഒരു കാരണവശാലും ഇത് ചുമരിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വയ്ക്കാൻ പാടില്ല. അതായത് ഏതാണ്ട് ഇങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് നമ്മളൊരിക്കലും ഫങ്ഷൻ ചെയ്യരുത്. അപ്പം കണസിലെ എയർ പുറത്തേക്ക് വരില്ല. പിന്നെ ഈ ഭാഗമാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത് ഫിൽറ്റർ വരുന്നത്, ഇൻലെറ്റ്. അതിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. 6 മാസത്തിലൊരിക്കലും ഈ ഫിൽറ്റർ ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. വാങ്ങുന്ന ഫിൽറ്ററിന് അതിൻ്റെ ഡേറ്റും എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ എത്ര അവേഴ്സ് അത് വർക്ക് ചെയ്തെന്നുള്ള അതും ഈ മെഷീൻ്റെ അകത്ത് നമുക്ക് ഒരു രോഗിക്ക് 95 ആണെന്നുണ്ടെങ്കിൽ, സാധാരണ നോർമൽ 97 ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെ സാച്ചുറേഷൻ അനുസരിച്ച് 95 ആണെന്നുണ്ടെങ്കിൽ ഒരു 94 വരെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അതായിരിക്കും നന്നാവുക. അത് ഒന്നരാടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് മാറ്റി വെക്കേണ്ടത്. ഇതിൽ മാക്സിമം ലെവൽ മിനിമം ലെവലിൽ കൊടുത്തിട്ടുണ്ടാകും. ആ മാക്സിമം ലെവലിൽ കൂടാൻ വെള്ളത്തിൻ്റെ പാടില്ല. കാരണം വെച്ചാൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഈ ട്യൂബിൽ കൂടെ മൂക്കിലേക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓക്സിജൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ഇത് ഗ്ലാസ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. നിലത്തിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിൽ നിറയ്ക്കുന്ന വെള്ളം ചൂടുവെള്ളം പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളമേ പാടുള്ളൂ. കാരണം ചൂടുവെള്ളം ഇല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നീരാവിയായിട്ട് നമുക്ക് ശ്വസിക്കുന്നതിലേക്ക് വരും. അത് ശ്രദ്ധിക്കുക. പിന്നെ മെഷീൻ കഴിയുന്നതും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നന്നാവുക. ഈ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് തിളപ്പിച്ചാറിയ വെള്ളം നിറയ്ക്കാം. പിന്നെ മെഷീൻ കഴിയുന്നതും ഡസ്റ്റ് അങ്ങനെ കുറവുള്ള ഭാഗത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് കാറ്റായിരിക്കും പുറത്തേക്ക് തള്ളുന്നത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കഴിയുന്നതും പേഷ്യൻ്റ് നിൽക്കുന്ന റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതും പിന്നെ ട്യൂബ് അകത്തേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ട്യൂബ് നമുക്ക് 5 മീറ്റർ 10 മീറ്റർ എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓരോ സൈസിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക.